ഞാൻ എൻ്റെ വൈഫിനോട് ചിലപ്പോൾ ഞാൻ പറയും, നമ്മളിതുപോലെ പരിപാടികൾക്കൊക്കെ പോയാൽ ഈ റേഡിയോ ഒക്കെ കേൾക്കുന്ന പല സഹോദരിമാരുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഒരു സലാം പറയാനൊക്കെ ചിലപ്പോൾ അടുത്ത് വരും. അപ്പോൾ എന്താ പറയുക, അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ നമ്മൾ ബാക്കിക്ക് നിൽക്കാവില്ല, ഇതുപോലെ അടുത്തേക്ക് വരിക ചെയ്യും. നമ്മളിങ്ങനെ ബാക്കിക്ക് മാറി മാറി പോവുക ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർക്ക് ദീനി മര്യാദകൾ അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയുന്നത്. അവരൊരു തെറ്റായ ഉദ്ദേശത്തിനുമാണ് വരുന്നതെന്ന് ഞാൻ പറയും. പക്ഷെ അവർ വരുന്നതിന് പിന്നെ എന്താ വെച്ചാൽ അത്രയും വിശ്വാസമാണ് മൗലവിമാരെ. അതന്നെ നിങ്ങളൊക്കെ പെട്ടുപോകാനുള്ള കാരണം. മനസ്സിലായി? അത്രയും വിശ്വാസമാണ് നമുക്ക് ആളുകളെയൊക്കെ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു പെണ്ണിൻ്റെ ദുരന്തം, ഏറ്റവും വലിയ ദുരന്തം. ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് നിർവഹിക്കാതെ അയാൾ ഒരിക്കലും പിൻവാങ്ങില്ല. എന്തേ? 16 വയസ്സായ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ കൊന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലുന്നതിന് മുമ്പോ കൊന്നതിന് ശേഷമോ അവന്റെ ലക്ഷ്യം നിർവഹിച്ചിട്ടേ അവൻ കൊന്നിട്ടുള്ളൂ. അതാണ് പ്രേമം, അതാണ് സ്നേഹം. മനസ്സിലായി? എത്ര വലിയ സ്നേഹം പറഞ്ഞാലും നിങ്ങൾ ഒരു പുരുഷനോട് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ അയാൾ മോശമായ അവസ്ഥയിലേക്ക് ചാറ്റിങ് തുടങ്ങുമ്പോൾ നിങ്ങൾ നോ പറഞ്ഞാൽ അയാൾ അടുത്ത മെസ്സേജിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കും. നിങ്ങളൊരു പുരുഷനുമായി മെസ്സേജ് അയച്ചു, അയാൾ മോശമായ മെസ്സേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോ പറയും, ബ്ലോക്ക് ആക്കും. അടുത്ത ഫോണിൽ അയാൾ വിളിച്ചിട്ട് എന്താ പറയാറിയോ? നിന്റെ ഫോട്ടോസ് എൻ്റെ കൈവശമുണ്ട്, നീ ചാറ്റ് ചെയ്ത സാധനം എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ നിന്റെ ഭർത്താവിന് അയക്കും, നിന്റെ വാപ്പാക്ക് അയക്കും, ഉമ്മാക്ക് അയക്കും. സ്നേഹിക്കുന്ന ആളെ സ്വഭാവം മാറിയത് എന്തേ? അയാളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ബ്ലോക്ക് ആക്കിയത്. ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ഒരു സഹോദരി പറഞ്ഞ കാര്യം. ആ സഹോദരി ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നതാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഡോക്ടർക്ക് നിർബന്ധിതമായി ശരീരത്തിലെ കുറച്ചു ഭാഗം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഡോക്ടറും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു നല്ല ദീനിയാരുടെ ഡോക്ടറെടുത്ത് പോവാം, ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനാവണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ സെലക്ട് ചെയ്തത്. മനസ്സിലായി? ആ കണ്ട കാഴ്ച അയാളെ മനസ്സിനെ സ്വാധീനിച്ചു. അയാൾ എന്താ പറയുക, പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ നമ്പർ കൂടെ വാങ്ങിച്ച്, ഒരു ഡോക്ടർ നമ്പർ വാങ്ങൽ നമ്മളെത്തുന്നില്ല, പക്ഷെ ആ നമ്പർ വാങ്ങിയിട്ട് നിക്കാബ് മാത്രം ഇട്ടുകൊണ്ട് അത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആ സഹോദരിക്ക് അയാൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ആ മെസ്സേജുകളോട് അവർ തീർത്തും നോ പറഞ്ഞു. പക്ഷെ വീണ്ടും അയാൾ കുറച്ചു കാലം മെസ്സേജ് അയക്കാതിരിക്കും. അനേകം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ മെസ്സേജ് ആരംഭിച്ചു. കാരണം ഒരു പുരുഷന്റെ ഉള്ളിൽ മോഹമുണ്ടായാൽ അയാൾ അത് നിർവഹിച്ചേ അടങ്ങും. ഇതറിയുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഏതെങ്കിലും ഒരു പുരുഷനുമായി എന്തെങ്കിലും നിലക്കൊരു ബന്ധത്തിന് നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, അത് പത്രക്കാരനാവാം, വീട്ടിൽ മത്സ്യം കൊണ്ടുവരുന്നവനാവാം, നിങ്ങളുടെ കുടുംബ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയിലെ ഡ്രൈവറാവാം, നിങ്ങളുടെ ഇളയച്ചനാകാം, മൂത്തച്ഛനാകാം, അളിയനാവാം, ആരുമാവട്ടെ, നിങ്ങളൊരു ബന്ധത്തിന് അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അയാൾ മോഹിച്ചു പോയാൽ നിങ്ങളെ കൊന്നിട്ടെങ്കിലും അയാളുടെ ലക്ഷ്യം നിർവഹിച്ചു പോകുമെന്നാണ് ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ജീവിക്കണം. പടച്ചോൻ